ഇത് ഇങ്ങോട്ട് എന്തിനാ മിക്സി എടുത്ത് എവിടെ മാറ്റി വെച്ചു കേട്ടാ അരയ്ക്കാതിരിക്കാൻ വേണ്ടിട്ടേ നമുക്ക് ഇതിലിട്ട് അരയ്ക്കാം അല്ലേ? എന്നാ അതിട്ട് ആരാ ഇതിലിട്ട് ഇടിച്ചെടുക്കാം. അങ്ങനെ വിട്ടാ പറ്റുമോ? ഇടിച്ചെടുത്തോ. അമ്മൂമ്മ ഇടിക്കുന്ന സാധനമാണ്. ഇവിടെ ഇത് സോപ്പിട്ട് കഴിവുണ്ടല്ലേ? സോപ്പിട്ട് കഴിവുണ്ടല്ലേടാ? വേണ്ട വേണ്ട. നീ എന്തോന്ന് കാണിക്കണേ? നീ എന്തോ തപ്പട എന്തോന്ന്? ഗരം മസാല. ചമ്മന്തിക്ക് ഗരം മസാല എന്തിണ്ടാ? എന്റെ ചേട്ടാ ഞാൻ ആകെ ഭ്രാന്ത് പിടിച്ചിരിക്കുക. എനിക്കറിയത്തില്ല എന്തിനാ ഗരം മസാല ഇരിക്കുന്നതെന്ന്. ഡേയ് നീ സമാധാനപ്പെടറാ. പെമ്പിള്ളേർ വരുമ്പോഴത്തേക്ക് നമുക്ക് വാതിൽ തുറക്കാതിരുന്നാ പോരാ. അവർ കുറെ നേരം മുട്ടിയിട്ട് അങ്ങ് പൊക്കോളും. പിന്നല്ലാതെ അച്ഛാ വേഗം എന്തെങ്കിലും ഉണ്ടാക്കി. എന്റെ വയറ് കത്തി ചാമ്പല പറയി. എടാ നിനക്ക് മാത്രമല്ല വിശപ്പ്, എനിക്കുണ്ട് വിശപ്പ്. അതാ എനിക്ക് ടെൻഷൻ. എന്തോന്നറിയാം ഇവിടെ ചത്തോന്നറിയാൻ വേണ്ടിട്ട് വന്നതായിരിക്കും. ഇത് അടുക്കളയല്ലേ, പാകിസ്ഥാനൊന്നും അല്ലല്ലോ. നിങ്ങൾ എന്തോ ഉണ്ടാക്കാൻ പോണു? ചോറ്, ചമ്മന്തി, ഓംപ്ലേറ്റ്. അയ്യേ നാണക്കേട്. എടാ ഇത്രയും വെല്ലുവിളിയും കുത്തുവാക്കൊക്കെ കേട്ടിട്ട് ചോറും ചമ്മന്തി ഉണ്ടാക്കാൻ പോണു. ഛേ, പിന്നെ എന്തോന്ന് ഉണ്ടാക്കും? എടാ കുറഞ്ഞ വർഷം നമ്മളൊരു ബിരിയാണി എങ്കിലും ഉണ്ടാക്കണം കേട്ടോ. ബിരിയാണി ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തൊന്നുമില്ല. എന്താ അവളുമാരെങ്ങനെ വാതിൽ ചവിട്ടി പൊളിച്ച് കയറി വന്നാൽ ഞാൻ നുണ പറയാന്ന് വിചാരിച്ചില്ല. അവളുമാരെങ്ങനെ വാതിൽ ചവിട്ടി പൊളിച്ച് വന്നു കഴിഞ്ഞാലേ ഞാൻ നുണ പറയാന്ന് വിചാരിക്കത്തില്ലെന്ന്. ഏത് അവളുമാര്? അതൊന്നും അച്ഛന് പറഞ്ഞ മനസ്സിലാകത്തില്ല. എന്തായാലും ബിരിയാണി ഉണ്ടാക്കാൻ നടക്കത്തില്ല. വേറെ എന്തെങ്കിലും പറ. എന്നാ കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കാം. അതിന് കൊഞ്ചവിടെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ചമ്മന്തിയാണ് നല്ലത് എന്നാണ് എൻ്റെ എല്ലാവരും ആരോഗ്യത്തിന് അതാണ് നല്ലതെന്നാണ് എൻ്റെ മനസ്സ് പറയണത്. നീ ഉണ്ടാക്കുന്ന ചമ്മന്തി അല്ലേ? എടാ കൊഞ്ച് റോസ്റ്റ് മതി. അവസാനം കൊച്ചിനിടയ്ക്ക് ഇങ്ങനെ ചുരുട്ട് കിടക്കരുത്. പോടാ അവിടുന്ന്. എടാ ഉത്തമ നീ ആ സവാള എടുത്തരിഞ്ഞ് മക്കളെ ആ ഫ്രിഡ്ജിൽ നിന്ന് കൊഞ്ചിഞ്ഞ് എടുത്തുണ്ടോ? ആ നീ എന്തുവാടാ ഈ തപ്പുന്നേ? ഉണക്ക കപ്പ. എനിക്ക് വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ. ആ ഇടിച്ചതൊക്കെ അവൻ്റെ വായിക്കാത്തോട്ട് വെച്ചുകൂടാ, അവൻ്റെ വിശപ്പ് മാർക്ക്. അമ്മ ഇപ്പൊ എന്താ എറിഞ്ഞ? ഒന്നുമില്ല. കൈ കാണിച്ചേ. കൈ കാണിക്കാൻ പറ്റില്ല. അമ്മ ഭക്ഷണം കഴിച്ചോ? എവിടുന്ന് കഴിക്കാൻ? എന്നാ കൈ കാണിച്ചേ. കൈ കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? ഓ അപ്പൊ ഞങ്ങൾക്ക് ആർക്കും തരാതെ അമ്മ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിച്ചല്ലേ? ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. നല്ല സ്വഭാവം കേട്ടോ. അയ്യോ നമ്മുടെ ഭക്ഷണം ഇപ്പൊ ഒരു 20 മിനിറ്റും കൂടെ, അത് കഴിയുമ്പോ എന്റെ ജീവൻ പോകും. ആ അത് ശരി. അപ്പൊ ഞാൻ അറിയാതെ ഫുഡ് ഓർഡർ ചെയ്തിട്ടാണല്ലേ ഈ ഡയലോഗ് വിട്ടത്? ഞങ്ങൾ അമ്മയ്ക്കും കൂടെ വേണ്ടിട്ടല്ലേ ഫുഡ് ഓർഡർ ചെയ്തേ? അതെനിക്കറിയാം. അതുകൊണ്ടല്ലേ ഞാനൊന്നും കഴിക്കാതെ വിശന്നിരുന്നത്. എന്നാ കൈ കാണിച്ചേ. കൈ കാണിക്കാൻ പറ്റും. നിങ്ങൾ ഇവിടെ തമ്മിൽ തല്ലിക്കൊണ്ടിരുന്നോ? അവിടെ അച്ഛനും ചേട്ടനും കൂടെ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്. വാ നമുക്ക് പോയി നോക്കാം. അത് ശരിയാ, നമുക്കൊന്ന് പോയി നോക്കാം. ബാ നിങ്ങൾ നടന്നോ, ഞാൻ വന്നേക്കാം. എന്നാലും കൈ കാണിക്കരുത്. ഇല്ല, കൈ കാണിക്കാൻ പറ്റില്ല. അടക്കടി. നടക്കുക. എന്തൊരു ഏരിയ ഇത്? ഇത് കുറവാടാ മോനെ. എന്തോന്ന് കറിയാ പൂപ്പ ഇത്? അത് മുഴുവൻ കഴിക്കല്ലോ. വിശപ്പൊന്നും ആരായാലും കഴിക്കും. അച്ഛാ സൂപ്പർ ആയിട്ടുണ്ട്. താങ്ക് യു. ഇതെന്തോന്ന് ഇത്? ഇത് ചോറും കൊഞ്ച് വിത്ത് കടലക്കറിയും. അതല്ല, ഈ കിടക്കുന്നത് എന്താന്ന്? ഷവർ കണ്ടിട്ട് മനസ്സിലായില്ലേ? ഇതൊക്കെ ആരാടാ ഇനി വൃത്തിയാക്കുന്നത്? നിങ്ങൾ വൃത്തിയാക്കും. അതിനിച്ചിരി പുളിക്കും. ഇതിങ്ങനെ ആക്കിയിട്ടവർ തന്നെ അങ്ങ് വൃത്തിയാക്കിയാ മതി. രാവിലെ എങ്ങനെ കിടന്ന് അടുക്കള എന്നറിയോ? സുന്ദര വൃത്തിയാക്കടാ. അമ്മ ചൂരെടുത്ത് കൊടുക്കമേ. ഞാനേ ആദ്യം തറയല്ല മോളിന്ന് സ്റ്റൗവിന്റെ അവിടെ തൊട്ട് തുടങ്ങാം. തുണി നിങ്ങൾ ഇവിടെ കൂടിയാ മതി. നിങ്ങൾ ഉപദേശം കൊടുക്കണ്ട. ആ പാത്രം മുഴുവൻ ഞാനോ? അച്ഛനല്ലേ ഉണ്ടാക്കിയ? എവിടെ പോവാ അവിടെ പോയി പാത്രം ചെയ്യണമല്ലേ? നീ എന്താ കളിക്കുന്നത്? നീ ആ കൊച്ചിനെ പോലും വിളിക്കാതെ വന്നിരുന്ന് കഴിച്ചാലടാ. കുനിഞ്ഞു തൂക്ക്. എടുത്ത് അടച്ചു വെച്ചേ. അടക്കി എല്ലാം അടച്ചു എടുത്ത് മാറ്റി വെക്കാം. ക്ലീൻ ചെയ്യാം പെട്ടെന്ന്. അവിടെ ക്ലീൻ ചെയ്യാം. ഇവിടെ നീ ഇത് കഴിയുക നീ ആദ്യം അത് കഴിയും. തുണി എന്തിയേ?
തുണി എന്തിയേ? താഴെ തുടയടം മുഴുവൻ തുടയടം. ഇപ്പൊ മനസ്സിലായല്ലോ ഞങ്ങൾ ഇവിടെ കിടന്ന് ചെയ്യുന്ന അത്ര എളുപ്പപ്പണിയല്ലെന്ന്. ഈടെ ആരോ ചോദിച്ചു ഭാര്യ എന്ത് ചെയ്യാന്ന് ചോദിച്ചു പറഞ്ഞു അവൾക്ക് പണിയൊന്നുമില്ല വീട്ടിൽ വെറുതെ ഇരിക്കാന്ന്. ഇപ്പൊ മനസ്സിലായോ ഭാര്യയ്ക്ക് ഇവിടെ പണിയുണ്ടെന്ന്? നിൻ തുമ്പു കെട്ടിയിട്ട ചുരുൾമുടിയിൽ തുളസി കതിരില ചൂടി തുഷാര ഈ ചുരുൾ കൂടി ഇട്ടിട്ട് കുറച്ച് ഉപ്മാവ് എടുക്കട്ടാ.